ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ടു മൈൻഡ് ബസ്സിൽ പരിപാടിക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ചൂടുണ്ട് ജിമ്മിൽ. സമയം ഇപ്പോൾ ഒരു 6:30 കഴിഞ്ഞു. എന്നിട്ടും പുഴുക്കത്തിന് അതൊരു കുറവില്ല. നമ്മുടെ ഷീറ്റാണ് നമ്മുടെ ജിമ്മ്. അത്യാവശ്യം പൊക്കൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് ക്ലിയർ ആവില്ല. അതുകൊണ്ട് ഫാൻ ഇടാൻ പറ്റില്ല. ചട്ടപ്പട്ടേന്ന് പറഞ്ഞിട്ട് തീർക്കണം. ടോപ്പിക്ക് വന്നിരിക്കുന്നത് ലാസ്റ്റത്തെ വീഡിയോൻ്റെ അടിയിലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്രീത്തിങ് ടെക്നിക്സും പൊസിഷനും ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചിട്ട്. പറഞ്ഞുതരാമല്ലോ. പിന്നെ 2 ടോപ്പിക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഇന്നലെയും എൻ്റെ ജിമ്മിൽ വരുന്ന ഒരു ചേട്ടൻ ചോദിച്ച 2 കാര്യങ്ങൾക്ക് അവർക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്ന് നിങ്ങളോടും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അതുകൊണ്ട് പറയുന്നതാണ്. പിന്നെ 2 റിസർച്ചിനെ കുറിച്ചിട്ടും. അത് കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ ഇറങ്ങിയ റിസർച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടും നിങ്ങൾക്ക് ബെനിഫിറ്റുള്ള ഒരു റിസർച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റത്തെ ടോപ്പിക്ക് ബ്രീത്തിങ് ടെക്നിക്സും പൊസിഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ബ്രീത്തിങ് ടെക്നിക്സ് എങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്തിങ് എങ്ങനെയാണ് എടുക്കുന്നത്, മിക്കവർക്കുള്ള ഡൗട്ടാണ്. ഈ ബിഗിനേഴ്സിന് പ്രത്യേകിച്ച് അത് കൺഫ്യൂസ് ഉണ്ടാക്കുന്ന സംഭവമാണ്. നമ്മൾ എവിടെയാണ് പ്രഷർ കൊടുക്കുന്നത് അവിടേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യുക. എക്സാമ്പിൾ, ഇപ്പോൾ എവിടെയാണ് നമ്മൾ മസിൽ ടൈറ്റ് ആവുന്നത്, ഇപ്പം നമ്മൾ നോർമൽ പൊസിഷനിൽ നിൽക്കുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ ഡംബൽ പ്രസ്സാണ് അടിക്കുന്നത്. നിങ്ങൾ ഇതേപോലെ പൊസിഷൻ പിടിച്ചിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ മസിൽ വലിഞ്ഞിരിക്കുകയാണ്. ഇതിന് പ്രഷർ കൊടുക്കുമ്പോൾ മുകളിലേക്ക് പോകും തോറും മസിൽസ് ടൈറ്റ് ആവണം. ഓക്കെ, അപ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണത് മസിൽ ടൈറ്റ് ആവണം അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി ചിലർ ചോദിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വർക്കൗട്ട് ചെയ്യുന്നത്, എനിക്ക് കൗണ്ടിങ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രീത്ത് ഇൻ 1 2 3 ഓട്ടോമാറ്റിക് ബ്രീത്ത് വിടുന്നുണ്ട്. ഹെവി അടിക്കുമ്പോഴുള്ള കാര്യമല്ല ഞാൻ പറയണത്. നോർമലായിട്ട് ബേസിക്കായിട്ട് ഫസ്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾക്കാർ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. വെയിറ്റ് കൂടും തോറും ബ്രീത്തിങ്ങിന് ടെക്നിക്സിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഹെവി വെയിറ്റ് എടുത്ത് ചെയ്യുന്ന ആളും നോർമൽ വെയിറ്റ് എടുത്ത് ചെയ്യുന്ന ആളും തമ്മിലുള്ള ബ്രീത്തിങ് ടെക്നിക്സിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. ഹെവി എടുക്കുന്ന ആൾക്കാർക്ക് കോർ എൻഗേജ് ചെയ്തിട്ടാണ് അവർ ഓരോ വർക്കൗട്ട് ചെയ്യുക. മെയിൻലി കോമ്പൗണ്ട് സെറ്റുകൾ, കോമ്പൗണ്ട് വർക്കൗട്ടുകൾ. ഓക്കെ, ഐസൊലേഷൻ മൂവ്മെൻറ്റ് നോർമൽ ബ്രീത്തിങ് ടെക്നിക്ക് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ കോമ്പൗണ്ടിന് നമ്മളെപ്പോഴും കോർ സ്റ്റെബിലിറ്റി നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ ഈ ഷോൾഡറിനെ നിങ്ങൾ എടുത്തോ, ബ്രീത്ത് എടുക്കണു, ഞാൻ ബ്രീത്ത് അവിടെ ലോക്ക് ചെയ്ത് പിടിച്ചേക്കാം. എൻ്റെ വയറ്റിൽ കോറ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആവശ്യത്തിനുള്ള എയർ ഞാൻ എൻ്റെ സ്റ്റൊമക്കിൽ പിടിച്ചതിന് ശേഷമാണ് ഞാൻ മുകളിലെത്തി തിരിച്ച് വരണ വരെ ഞാൻ ആ ബ്രീത്ത് പിടിക്കാറുണ്ട്. അതുപോലെ ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോഴും നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യണത് പുഷ് ചെയ്യുമ്പോഴാണ്, കൈ നിവർത്തുമ്പോഴാണ്. എല്ലാ പുഷ് ചെയ്യണ വർക്കൗട്ടുകളും ട്രൈസെപ്സ് ബ്രീത്ത് ഔട്ട്, പുഷ് ഡൗൺ ബ്രീത്ത് ഔട്ട്, സ്ട്രൈറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ബ്രീത്ത് ഔട്ട് വരുന്നത്. എല്ലാ പുൾ വർക്കൗട്ടും നിങ്ങൾ വലിക്കുമ്പോഴാണ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ, ലാറ്റ് പുൾ ഡൗൺ ചെയ്യുമ്പോൾ വലിക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം, സീറ്റ് റോ ചെയ്യുമ്പോൾ വലിക്കട്ടും ബ്രീത്ത് ഔട്ട് ചെയ്യണം, ഡംബൽ കേൾ ചെയ്യുമ്പോൾ വലിക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇനി ലെഗിന് പോകുമ്പോൾ എങ്ങനെയാണ്, കാഫിനാണെങ്കിൽ കാല് പൊക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം, എക്സ്റ്റൻഷൻ ആകുമ്പോൾ കാല് നിവർത്തുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം, സ്ക്വാട്ട് ചെയ്യുമ്പോൾ ഇറങ്ങുമ്പോൾ ബ്രീത്ത് എടുക്കണം, പൊങ്ങുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം. ഇറങ്ങുമ്പോൾ മസിൽ വലിയാണ്, എക്സ്റ്റൻഷനിൽ നിവർത്തുമ്പോൾ മസിൽ ടൈറ്റ് ആവാണ്, ഇറങ്ങുമ്പോൾ മസിൽ വലിയാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എവിടെയാണ് മസിൽ ടൈറ്റ് ആവണം അവിടെ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് എളുപ്പം, പറയാൻ എളുപ്പം അതാണ്. ബ്രീത്തിങ്ങിൻ്റെ കാര്യം ഏകദേശം പിടികിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഒരു പൊസിഷൻ വർക്കൗട്ടിൽ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ബ്രീത്തിങ് തന്നെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് ഡൗട്ടാണ് പറഞ്ഞു തന്നപ്പോൾ. പക്ഷേ ഇതിൻ്റെ പൊസിഷനിങ് ബേസിക് കാര്യങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ചെസ്റ്റിനുള്ള വർക്കൗട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ സ്കാപ്പുലേനെ എപ്പോഴും ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ മിക്കവരും ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നോർമലായിട്ട് ബാർബൽ ബെഞ്ച് പ്രസ് അല്ലെങ്കിൽ ബാർബൽ ദമ്പർ പ്രസ് ചെയ്യുമ്പോൾ ഫോക്കസ് കൊണ്ടല്ലോ. ഓക്കെ, ബാർബൽ ദമ്പർ പ്രസ് ചെയ്യുമ്പോൾ ചെസ്റ്റ് തള്ളി പിടിക്കാറുണ്ട്, പക്ഷേ ഇറക്കണു പൊക്കണു അതൊക്കെ ഓക്കെയാണ്. പക്ഷേ നിങ്ങളുടെ ഈ സ്കാപ്പിൽ കിടന്ന് ഇളകുന്നുണ്ടായിരിക്കും. അതിനെന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഷോൾഡർ പിന്നിക്ക് ആക്കുക അല്ലെങ്കിൽ നമ്മുടെ സ്കാപ്പിൽ ലോക്കാക്കിയതിനു ശേഷം ചെസ്റ്റിൻ്റെ അടിക്ക് ഇറക്കണം, ബ്രീത്ത് ഔട്ട് ചെയ്യണം. അപ്പോൾ അത്രയും നിങ്ങളുടെ ചെസ്റ്റ് വലിയും ചെയ്യും, നിങ്ങളുടെ സ്കാപ്പിൽ കിടന്നിട്ട് ഇളകി കളിക്കില്ല. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഒന്ന് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക. അല്ലെങ്കിൽ വാമപ്പിലൊക്കെ ഒന്ന് സ്കാപ്പിലേക്ക് വാമപ്പ് കൊടുക്കുക. ഏത് ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോഴും സ്കാപ്പിൽ ലോക്ക് ആക്കണം, നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഹെവി ഒക്കെ അടിക്കുമ്പോൾ ചിലർക്ക് പറ്റാറില്ല, പക്ഷേ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാല് ഗ്രൗണ്ടിൽ ഫുൾ പ്രഷർ കൊടുക്കാൻ ശ്രമിക്കുക. കിടക്കുന്ന സമയത്ത് താഴത്തേക്ക് ചവിട്ടാൻ ശ്രമിക്കുക, സ്കാപ്പിൽ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക. റിസ്റ്റ് ഇവിടെ നിങ്ങൾ ബാറ് വെക്കാണ്ട് ഇങ്ങനെ വെക്കുക. ബുൾഡോഗ് ഗ്രിപ്പ് എന്നൊക്കെ പറയും, ഗൂഗിളിൽ അടിച്ചാൽ മതി, ബുൾഡോഗ് ഗ്രിപ്പ് എന്ന് പറയും. ആ രീതിയിൽ എടുക്കുമ്പോൾ കുറച്ചും കൂടി
സ്ട്രെങ്ത്ത് കൂടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ചിലവർക്ക് അത് ഒരു സുഖമില്ലാത്ത പോലെ തോന്നും. കാരണം ബാറിൻ്റെ വെയിറ്റ് ഈ ഭാഗത്തായിട്ട് വരിക, ഇങ്ങനെയാണ് പോണത് ബാർ. ഓക്കെ, അപ്പോൾ അത് പിടിക്കുമ്പോൾ ചിലവർക്ക് ഒരു അൺസേഫായിട്ട് തോന്നാറുണ്ട്. ചെറിയ വെയിറ്റിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഫുള്ള് ഇറക്കി പിടിച്ചിട്ട് ലോക്ക് ചെയ്ത് പിടിക്കുക. തള്ളവരെല്ലാം അപ്പുറത്തിട്ടുള്ളോ. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സൂയിസൈഡ് ഗ്രിപ്പ് എന്നാണ് പറയുക. അത് വേണ്ട നമുക്ക്. ഇതപ്പോഴും ഇപ്പുറത്ത് തന്നെ ഇട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ മുൻ പരിചയമുള്ള ചേട്ടന്മാരെല്ലാവരുടെയും കൈ മുകളിലാണ്. ഹെവിയൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ നെഞ്ച പൊട്ടണം. അവർക്കൊരു പേടിയില്ല. പക്ഷേ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പിന്നെ ഷോൾഡറിൻ്റെ ചെയ്യുമ്പോൾ കൈ സ്ട്രൈറ്റ് അല്ല വരിക, ഒന്ന് ഫ്രണ്ടിലേക്ക് ഈ ജോയിൻറ്റിൻ്റെ കുറച്ചപ്പുറമായിട്ട് പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡെൽറ്റാണ് കൂടുതൽ വർക്കാവുള്ളൂ. ഇങ്ങനെ പിടിച്ചാൽ ഫ്രണ്ടും സൈഡും മാക്സിമം വർക്കാവാൻ ശ്രമിക്കും. ഇനി മിലിറ്ററി പ്രസ് ആണെങ്കിൽ ഫുള്ള് പൊക്കുമ്പോൾ നമ്മുടെ ബാക്ക് ട്രാപ്സും റെയർ ഡെൽറ്റും എല്ലാം ടൈറ്റ് ആവുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെന്തുട്ടുള്ളത്, പൊസിഷനിങ് കറക്റ്റ് ആവാനുള്ളത് ലാറ്റ് പുൾ ഡൗൺ മസിൽ മിക്കവരും ഞാനാണെങ്കിൽ ഫുള്ളായിട്ട് നിവർത്താറുണ്ട്. അതിൻ്റെ പകരം ഈ ജോയിൻറ്റ് ഇതുപോലെ തന്നെ സ്കാപ്പിൽ ബാക്കിലേക്ക് ലോക്കാക്കിയിട്ട് ഒന്ന് അടിച്ചു നോക്കി നന്നായി കിട്ടണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചില സമയത്ത് മിക്ക സമയത്തും ഞാനും മറക്കാറുണ്ട് അത്. പക്ഷേ ലൈറ്റ് വെയിറ്റൊക്കെ എടുക്കുമ്പോൾ മാക്സിമം ടൈറ്റ് അല്ലെങ്കിൽ അതിനൊരു പമ്പിങ് കൊടുക്കാൻ പറ്റാറുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി നോക്കുക. ഡെഡ് ലിഫ്റ്റിൻ്റെ പൊസിഷനൊക്കെ വീഡിയോ എടുത്ത് പറഞ്ഞു തരാവും ബെറ്റർ. അപ്പോൾ അടുത്തത്, ഞാനിപ്പോൾ 2 ആഴ്ച മുന്നേ പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. അപ്പോൾ കഴിക്കണ സമയത്ത് അപ്പുറത്തിരിക്കണ 2 കുട്ടികൾ പെട്ടെന്ന് ഒരു പയ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പയ്യൻ ഫാറ്റ് ബേണർ കഴിച്ചിട്ട് വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തട്ടി കുറഞ്ഞു. ഫാറ്റ് ബേണർ ഇത്ര എഫക്റ്റീവാണ് എന്നൊക്കെയാണ് അവർ പറയണത്. ബേണർ ഇപ്പോഴത്തെ അടുത്ത റിസർച്ചറടക്കം പറഞ്ഞാണ് ഫാറ്റ് ബേണർ കഴിച്ചിട്ട് വെറുതെ കാശ് കളയേണ്ട, അതുകൊണ്ട് ഒരു എഫക്റ്റും ഇല്ല, നമുക്കൊരു മാറ്റം വരില്ല എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ട്? നിങ്ങളൊരു കലോറി ഡെഫിസിറ്റിലല്ല പോണത്. നിങ്ങളുടെ കലോറി ട്രാക്ക് ചെയ്യുന്നില്ല, ആവശ്യത്തിനുള്ള കലോറി ബേൺ ചെയ്യുന്നില്ല. മെറ്റബോളിക് റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. മെറ്റബോളിക് റേറ്റ് കുറവാണോ കൂടുതലാണോ അത് നിങ്ങൾ അറിയേണ്ടതാണ്. ഇതുപോലെ വർക്കൗട്ട് ട്രാക്ക് ചെയ്യുന്നില്ല, ഡെയിലി വേണ്ട കലോറിയെക്കാട്ടും കൂടുതൽ കലോറി ആക്ടിവിറ്റി ചെയ്ത് ബേൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡെയിലി വേണ്ട കലോറി അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന കലോറിയെക്കാട്ടും കൂടുതൽ കലോറി ബേൺ ചെയ്യുന്നില്ല. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫാറ്റ് ബേണിങ് നടക്കുള്ളൂ. ഓക്കെ, നമ്മുടെ ബോഡിയിലത്തെ കൊഴുപ്പ് കുറയാൻ സഹായിക്കുള്ളൂ. ജിമ്മിലുള്ളൊരു ചേട്ടൻ ഇന്നലെ പറഞ്ഞു, എനിക്ക് ഒബ്ലിക്ക് ഭാഗത്തുള്ള വർക്കൗട്ട് ആയത് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ എന്തിനാ, തടി കുറയ്ക്കാനാണോ അതോ മസിൽ ബിൽഡ് ചെയ്യാനാണോ? ഇല്ലെങ്കിൽ അവിടുത്തെ ഫാറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു, സോറി, അവിടുത്തെ ഫാറ്റ് അങ്ങനെ കുറയില്ല. അവിടെ വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ ഫാറ്റ് കുറയണമെന്നില്ല. നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത് മസിൽ ബിൽഡ് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. എന്നാലും മിക്കവർക്കുള്ളൊരു ഡൗട്ടുണ്ട്, പിന്നെ എന്തിനാണ് അതൊക്കെ ചെയ്യണത്? നമ്മൾ ഫുള്ള് വർക്കൗട്ട് മസിൽസിനെ കൊടുക്കുമ്പോൾ അത്രയും മസിൽ വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് ഫാറ്റ് ബേണിങ് നല്ല രീതിയിൽ നടക്കും, അല്ലെങ്കിൽ കലോറി ബേണിങ് കൂടുതൽ നടക്കും എനർജി യൂസ് ചെയ്യും ബോഡിയിൽ. പകരം നിങ്ങളൊരു കാർഡിയോ ഒരു 20 മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടിപ്പോയി 100 to 120 കലോറി ആ സമയത്ത് ബേൺ ചെയ്യുന്നുള്ളൂ. ഇത് 24 മണിക്കൂർ നമ്മുടെ ബോഡിയിൽ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. ന്യൂട്രീഷൻ ഫുഡ് നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ബേസ്ഡ് ഫുഡ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഓക്കെ, നല്ല രീതിയിൽ ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ, 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ, വെള്ളം നന്നായി കുടിക്കുന്ന ഒരാളാണെങ്കിൽ, നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ആളാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റം സംഭവിക്കും. ഓക്കെ, ഇനി കാർഡിയോ ചെയ്യുന്നില്ല, വർക്കൗട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ, അങ്ങനെ സംഭവിക്കും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ മാറ്റം സംഭവിക്കുള്ളൂ. നിങ്ങൾ ട്രാക്ക് ചെയ്യണം, ഭക്ഷണം ഫുഡ് നന്നായി ട്രാക്ക് ചെയ്യണം, വർക്കൗട്ട് ട്രാക്ക് ചെയ്യണം, ഓരോ വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിരിക്കും. അല്ലാണ്ട് നമുക്കൊരു ഭാഗത്തായിട്ട് ഫാറ്റ് മാറില്ല. ഓക്കെ, കലോറി ഡെഫിസിറ്റിൽ പോവുക, നിങ്ങൾ കഴിക്കുന്ന കലോറിയെക്കാട്ട് കൂടുതൽ കലോറി ബേൺ ചെയ്യാൻ ശ്രമിക്കുക. അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്മാർട്ട് വാച്ചസ് ഉപയോഗിക്കാം. അത് 100% അക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു പകുതിയാണ് അല്ലെങ്കിൽ 3/4 ഭാഗം നിങ്ങൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 1200 കലോറി ബേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 800 കലോറി നിങ്ങൾ ബേൺ ചെയ്യുന്ന മനസ്സിൽ സങ്കല്പിക്കുക. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ള ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബെറ്റർ ആയിരിക്കും. എപ്പോഴും ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. കഴിക്കുന്ന ഭക്ഷണത്തിൽ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. വറുത്തത്, പൊരിച്ചത്, ബേക്കറി, ഷുഗർ ഒഴിവാക്കാൻ ശ്രമിക്കുക. ബീവറേജസ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ലിക്വിഡ് കലോറി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഹോൾ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ഇനി ഞാൻ പറയുന്ന 2 കുഞ്ഞു റിസർച്ചുകളാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന ലീഗൽ പ്രോ ഹോർമോൺ ചിലപ്പോൾ നിങ്ങൾക്ക് മസിൽ ഗെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എന്താ സംഭവം? വൈറ്റമിൻ ഡി എന്ന് പറയും. മിക്കവർക്കും സൺ എക്സ്പോഷർ കൊള്ളാത്ത ഒരു സമയ സാഹചര്യമാണ് ഇപ്പോഴത്തെ ചൂടൊക്കെ കൊണ്ടുകഴിഞ്ഞ് ചത്തു പോകുമ്പോൾ വേറെ ഒന്നും പറയാല്ല, കരിഞ്ഞങ്ങോട്ട് പോകും. അപ്പോൾ വൈറ്റമിൻ ഡി
ഒരുപാട് ബെനിഫിറ്റ് ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട്, എസ്പെഷ്യലി മസിൽ ബിൽഡിങ്ങിന്. ഓക്കെ, അപ്പോൾ അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. മിക്കവർക്കും വൈറ്റമിൻ ഡി കുറവാണ്. അപ്പോൾ നിങ്ങളത് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മസിൽ ബിൽഡിങ്ങിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും എന്നാണ് പുതിയ പഠനം കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇംപ്രൂവ് മസിൽ ഗ്രോത്ത്, സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും എന്നാണ് പുതിയത് കണ്ടുപിടുത്തം പറയുന്നത്. ലോ ഇഞ്ചുറി റേറ്റ്, ബോഡിയിലെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഇഞ്ചുറി റേറ്റ് അല്ലെങ്കിൽ മസിലിൽ വരുന്ന ഇഞ്ചുറീസ് കുറയാൻ സാധ്യതയുണ്ടെന്നൊക്കെ പുതിയ പഠനങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിൽ വയ്ക്കുക. വൈറ്റമിൻ D3 ഒന്ന് ചെക്കപ്പ് ചെയ്യുക, വൈറ്റമിൻ ഡി ചെക്കപ്പ് ചെയ്യുക. കുറവാണെങ്കിൽ അതിനുള്ള സപ്ലിമെൻറ്റേഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ വ്യത്യാസം തിരിച്ചറിയുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. അടുത്ത റിസർച്ച് പറയുന്നത് സ്റ്റാൻഡിങ് കാഫ് റേസ് സീറ്റഡ് കാഫ് റേസിനെക്കാട്ടും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നു. നമ്മുടെ ജിമ്മിൽ ഭാഗ്യത്തിന് സ്റ്റാൻഡിങ് കാഫ് റേസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സീറ്റഡ് കാഫ് റേസും ചെയ്യാൻ പറ്റിയൊരു മെഷീനറി എക്യുപ്മെൻറ്റ്സും നമ്മുടെ ഇല്ല. അപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ ജിമ്മിൽ സ്മിത്തിൽ കാഫ് റേസാണ് കൂടുതൽ ചെയ്യാറുള്ളത്. പിന്നെ സ്റ്റാൻഡിങ് കാഫ് റേസ് പല രീതിയിലുള്ള വെറൈറ്റികൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഈ റിസർച്ച് അറിഞ്ഞിട്ടൊന്നല്ല, ഞാൻ നോർമലി സ്റ്റാൻഡിങ് കാഫ് റേസ് ചെയ്യാനുള്ളൊരു സാഹചര്യമാണ് നമ്മുടെ ജിമ്മിലുള്ളത്. അപ്പോൾ അതാണ് ചെയ്തു പോണത്. അപ്പോൾ സീറ്റഡ് കാഫ് റേസിനെക്കാട്ടും ബെനിഫിറ്റ് സ്റ്റാൻഡിങ് കാഫ് റേസിലുണ്ട്. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് കാഫിന് ചെയ്യുമ്പോൾ സീറ്റഡ് കാഫ് റേസും സ്റ്റാൻഡിങ് കാഫ് റേസും കമ്പൽസറി ആയിട്ട് ചെയ്യുക, സ്റ്റാൻഡിങ് കാഫ് റേസ് പ്രത്യേകിച്ച്. ഓക്കെ, അതെന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റും. സെയിം എല്ലാ മസിൽസ് പോലെ തന്നെയാണ് കാഫും, അതും വളരില്ല എന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കുന്നു വേണ്ട, നല്ല രീതിയിൽ വളരും. അതുപോലെ വണ്ടർ മാക്സ് നോക്കി നിങ്ങളുടെ 70-80% നോക്കിയിട്ട് അതിൽ കണ്ടിന്യൂ ചെയ്ത് 3 സെറ്റ് 70-80% വെയിറ്റ് റേഞ്ചിൽ അടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം വരും. എല്ലാ വർക്കൗട്ടും അതുപോലെ തന്നെയാണ്. പക്ഷേ ഒരു പ്രോപ്പറായൊരു പ്ലാൻ വേണം, പ്രോപ്പറായൊരു റെസ്റ്റ് പീരീഡ് വേണം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ബ്രീത്തിങ്ങും പൊസിഷനിങ്ങും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ എടുക്കാം. ഇത് എടുക്കാൻ ഒരു ആളില്ല നമുക്ക്, അതിൻ്റെ ഒരു പ്രശ്നമാണ്. എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുക. എനിക്കൊപ്പം ഒരാൾ വീഡിയോ എടുക്കണമെങ്കിൽ ഭയങ്കര ഒരു ചമ്മലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. സ്വയമായിട്ട് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അതാണ്. ഓക്കെ, അപ്പോൾ ഫാറ്റ് ബേണിങ്ങിൻ്റെ കാര്യം, ഫാറ്റ് ബേണർ സപ്ലിമെൻ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സ്പോട്ട് റിഡക്ഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 2 റിസർച്ച് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. മാക്സിമം അടുത്ത ആഴ്ച തന്നെ അടുത്ത വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, ബൈ, സീ യു.